അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇയാൾ എന്തൊരു മനുഷ്യനാ! ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി, അടുത്ത മാസമായി തിരിച്ചു വരൂ. എന്റെ അമ്മ സഞ്ജിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया, अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा. न्यू दिल्ली വെച്ച് കണ്ടോളാന്ന്, കുറച്ച് കണ്ടതുപോലെ തന്നെ. क्या? अब एक न्यू दिल्ली फ्लाइट है. अच्छा अच्छा अच्छा, मैं अभी जाता हूँ. खुदा हाफिज. अरे खुदा हाफिज. चलता हूँ. പരാഹമൂർത്തി, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം. വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളൂന്ന് വാശി പിടിച്ചതന്നെ കാരണം. ഇനി ഇപ്പൊ മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. മനസ്സിലായി മനസ്സിലായി. 7 കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുന നീന ജീവന ഹേതുന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപുരത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. എനിക്ക് നാണമാവുന്നു, നീ തന്നെ പറ. കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ? എന്നാ നീ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ. കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല യേശുകുട്ടി. ആ KSRTC കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പണക്ക്. ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. പോവല്ലേ? എന്നാ ഇനി ലേറ്റ് ആക്കണ്ട, നീ കാറി കയറൂ. നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. സാർ എനിക്കെതിരെ മൊഴി കൊടുത്താൽ ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ ഓഫീസിൽ നിന്നും പണം തിരിമറി നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. സാർ, അത് ഞാൻ എന്റെ സഹോദരന്റെ വിവാഹം നടത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തു. ആ പണം ഞാൻ എത്രയും പെട്ടെന്ന് അടച്ചോളാം സാർ. മോഷ്ടിച്ചിട്ടാണോ സഹോദരിയുടെ വിവാഹം നടത്തുന്നത്? അപ്പോഴത്തിന്റെ അവസ്ഥയിൽ നിശ്ചയിച്ച വിവാഹം മുടങ്ങുന്നൊക്കെ കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതും വെച്ച് എന്തും ഞാൻ ടോളറേറ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. സാർ, ഞാൻ പറയുന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. സാർ, അത് വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. വിഷ്ണു, തിരിമറി നടത്തിയ തുക കമ്പനിയിൽ തിരിച്ചടച്ചോളാം എന്നല്ലേ വിൽഫ്രഡ് പറയുന്നത്. ആ സ്ഥിതിക്ക് അയാളുടെ കേസ് അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്? നോ, പശ്ചാത്തപിച്ചതുകൊണ്ടോ പരിഹാരം ചെയ്തുകൊണ്ടോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. എന്നെ വഞ്ചിക്കുന്നവരാരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല. താരമാ
ലയമൗനം സ്വരമാകും വിഷാദ വീണയായ നദിലോളം മൃദുലീലോടാ ഇനിയും കൊതിയാ പാവോ 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 നീലയാമിനി നിൻ കരളിൻ നൊമ്പരം മൂകതാരമാ ഒരു മിഴിത്തുള്ളിയ ഇനി മനസ്സേ നിറമേറുമോർമകൾ കനവായി വിധിയാ അലിവാർന്നുറങ്ങുന്നു ആവോ 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 നീലയാമിനി കരളിൻ നൊമ്പരം മൂകതാരമാ ഒരു നീ തുള്ളിയാ കണിമഞ്ഞും കുളിരോലും നിലാവിലാമ്പൽ പോലെ മനമൊന്നായി ഹലോ 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 ഒരു അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ സോറി സാർ ഒന്നിങ്ങൊന്നേ ഒരു മിനിറ്റ് അതെ എന്ത് വിട്ടിട്ടായി കാണിക്കുന്നത് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കു. ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനിയും വിഷ്ണുവേട്ടനെ സിസ്റ്ററിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ പിന്മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഇനിയും വിഷ്ണുവേട്ടന്റെ മുന്നിൽ നാടകം കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ചു നാൾ കൂടി. അത് കഴിഞ്ഞാലോ? എന്നായാലും വിഷ്ണുവേട്ടന് ഇതൊക്കെ അറിയില്ലേ? അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷ്ണു അറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേജ് എത്തുന്നവരെങ്കിലും. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വിഷ്ണുവേട്ടന്റെ മുമ്പിൽ ചെല്ലാൻ പോലും എനിക്ക് പേടിയാ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അത് ചിരിക്കാനോ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി വിഷ്ണുവിന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. അതിന് തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ എല്ലാം നന്നായി വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി ഈ നാടകം ശുഭപര്യവസായി തീരുന്നവരെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വരൂ നമുക്ക് പോവാം. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിഷ്ണുവേട്ടനൊരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. കത്തോ? ആരുടെ കയ്യില്? ഊണ് കൊണ്ടുവന്ന പയ്യന്റെ കയ്യില്. ഈശ്വര, നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലീവ് തന്നെയാ. ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. അപ്പൊ വല്ലാത്ത വിശപ്പ്. അപ്പൊ നിന്റെ കൂടെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് കരുതി. ഇത് ഒരാൾക്കുള്ള ആഹാരമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം. നീ ഓണമാക്കി വരുമ്പോ ഞാൻ പട്ടിണിയാവും. അതൊന്നും ആവില്ല, ഞാൻ നിനക്ക് വിളമ്പി തരാം. അയ്യോ വേണ്ട, ഞാൻ വിളമ്പി കഴിച്ചോളാം. അതൊന്നും സാരമില്ല, കുറച്ച് ദിവസത്തെ ആഗ്രഹമാണ് നിനക്ക് എന്തെങ്കിലും വിളമ്പി തരണമെന്നുള്ളത്. എന്താ വിഷ്ണു അങ്ങനെ വിചാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി ഇതേ നമ്മൾ കൽക്കട്ടയിൽ കഴിഞ്ഞ ആ ദിവസങ്ങളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനിപ്പൊ നമ്മള് കൽക്കട്ടയിലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ. എന്നാലും എന്റെ ഒരു ആഗ്രഹം പഴയ ദിവസങ്ങളിലോട്ടൊക്കെ ഒന്ന് പോണമെന്ന്. ഇനി നീ വിളമ്പിക്കോ. എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കാണെന്ന് അറിയാം. അയ്യോ, ആപ്പിള് രസത്തിൽ വീണു. അയ്യേ, അയ്യോ, എന്താ ഇത്? കണ്ടു നീർന്നോ? വെള്ളം ഒഴിച്ചോ? നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇത്രയും താമസിക്കാനുള്ള പ്രധാന കാരണം എന്റെ ഓഫീസിലെ തിരക്ക് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അല്ല, 1 മാസത്തേക്കാ. പറഞ്ഞോ, എവിടെ പോണം? ഊട്ടിയോ കൊടൈക്കനാലോ?
രണ്ട് സ്ഥലത്തും പോണോ? ശരി, പോയേക്കാം. പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഒന്ന് ചിരിക്കാത്തത്? ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞാൽ ഉടൻ നമ്മൾ പുറപ്പെടുന്നു. അതും ലതികയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഈ ബർത്ത്ഡേ പ്രസന്റിൽ. താക്കോല് ഐശ്വര്യമായിട്ട് കയറുന്ന ഡ്രൈവ് ചെയ്താൽ ഇന്ന് എനിക്ക് എന്റെ ശ്രീമതി ഓടിക്കുന്ന കാറിൽ ഇരുന്ന് യാത്ര ചെയ്യണം. നല്ല പണിയാ കാണിച്ചത്. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പോകുന്നു അല്ലേ? എല്ലായിടത്തും നിന്നെയും കൊണ്ടുപോകാൻ നീ ആരാ? എന്റെ ADC. ഞാൻ ഈ ഓട്ടോ ഒന്ന് വിട്ടോട്ടെ. വേണ്ട വേണ്ട, അന്ന് നിനക്ക് തിരിച്ചു പോകാനുള്ളതാ. പിടിക്ക്. വിഷ്ണു, ഈ പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴുള്ള ആദ്യ സവാരിയല്ലേ ആണുങ്ങൾ ഓടിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാരാ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നമുക്ക് ഊഹിച്ചൂടെ? ഉപനിഷത്തുക്കളിലെ പ്രത്യേക നിന്റെ പൊതുസ്ഥലങ്ങളിൽ വെച്ചുള്ള വളിപ്പടി ഉണ്ടല്ലോ, അത് വേണ്ട. അമ്പലത്തിലോ? അമ്പലത്തിലും വേണ്ട. പിന്നെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ഭാര്യമാരെ കാർ ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതൊക്കെ അച്ചിക്കൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടികളല്ലേ. ഓഹോ, അത് ഞാൻ സഹിച്ചോളാം. വലിയ വണ്ടി എടുക്കും. ചേട്ടാ, എനിക്ക് ഡ്രൈവിംഗ്. അതാണ് അതിന്റെ കറക്റ്റ്. എന്ത്? സിസ്റ്ററിന് ഡ്രൈവിംഗിന്റെ ടച്ച് പോയിരിക്ക അല്ലേ? ഇനി അത് മാത്രമല്ല, മറ്റേ കാര്യം കൂടി തുറന്ന് പറഞ്ഞേക്ക് സിസ്റ്റർ. അല്ല, വിവാഹം കഴിഞ്ഞ് 1 വർഷത്തേക്ക് സിസ്റ്റർ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഇവരുടെ കുടുംബ ജോത്സ്യം പറഞ്ഞിരിക്കുക. ഡ്രൈവ് ചെയ്താൽ എന്താ? ഭർത്താവിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. ഇക്കാലത്ത് ഈ ജോത്സ്യത്തിലും ജാതകത്തിലും ഒക്കെ ആരാ വിശ്വസിക്കുന്നത്? എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. കരുതിക്ക്, ഇന്ന് നീ 1 ഫർലോങ് എങ്കിലും വണ്ടി ഓടിച്ചേ മതിയാവും. ഈ ജോത്സ്യത്തേക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കണം. പിന്നെ 1 മിനിറ്റ്, ഞാനൊരു ചെറിയ പൂജ ചെയ്തോട്ടെ. കീ പിടിച്ചേ. അയ്യോ വിഷ്ണു, ദേ ഇത് നോക്കിയേ. എന്താ? ഈ ടയർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ജോത്സ്യത്തിലൊക്കെ കാര്യമുണ്ടെന്ന്. ഇനി ഇതും ജോലിച്ചായിട്ട് എന്ത് ബന്ധമിരിക്കുന്നു? അപശകുനം. ഇതാണ് ഞാൻ ചെയ്തു. തീയാവുമ്പോ കെടും. സ്റ്റെപ്പിനെടുത്ത് മാറ്റിയിട്ടാ പോലെ. അതൊക്കെ മാറ്റിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ പൊക്കോ. ആട്ടോ വിടാത്ത നന്നായി. പൊക്കോ. മണിയണ്ട, ഇവരെ കൊണ്ടൊന്ന് വിട്ടേക്ക്. കാശൊന്നും എവിടെ നിന്ന് വാങ്ങണ്ട. നമുക്ക് ഓട്ടോയിൽ പോവാം. ഭക്ഷ്യമേളയിൽ കുക്കിംഗ് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാ. ആഹാ, ഞങ്ങൾക്കും കൂടി വെസ്റ്റേൺ കുക്കിംഗ് ഒന്ന് പഠിപ്പിച്ചു തരണേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഇവിടെ വേണോ ഇത്?